ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വലിയങ്ങാടിയിൽ മരണപ്പെട്ടു പോയ ആ 4 മനുഷ്യ ജീവനുകളെക്കുറിച്ച് നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ, നോമ്പുകാരായ നമുക്ക് ചില സന്ദേശങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ വലിയങ്ങാടിയിലെ തൊഴിലാളികളായ സഹോദരന്മാർ പ്രഭാത നമസ്കാരത്തിന് മുമ്പ് ഇടയാത്തം കഴിച്ച് പ്രഭാത നമസ്കാരം കഴിഞ്ഞ് വീടിൻ്റെ ഉമ്മറത്ത് നിന്ന് അവരവരുടെ മക്കളെ പോറ്റാൻ തൊഴിലിടങ്ങളിലേക്ക് പോകുമ്പോൾ, അവരുടെ വീട് വിട്ടിറങ്ങുമ്പോൾ അവരറിയുന്നില്ല, എൻ്റെ നിശ്ചലമായ, എൻ്റെ തണുത്തുറഞ്ഞ ശരീരമാണ്, ജീവനില്ലാത്ത ശരീരമാണ് ഇനി എൻ്റെ വീടിൻ്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവെക്കുന്നത്. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ ഭാര്യയെയും എൻ്റെ സന്താനങ്ങളെയും അവസാനമായി കാണുന്നു എന്ന് അവർ അറിയുന്നില്ല. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി, ഒമാ തദ്രി നഫ്സുൻ ബി അയ്യി അർളിൻ തമൂത്ത്. എപ്പോഴാണ്, ഏത് സന്ദർഭത്തിലാണ്, ഏത് ഭൂമിയിൽ വെച്ചാണ് മരണപ്പെട്ടു പോകുന്നതെന്ന് ഒരാൾക്കും അറിയുകയില്ല. നമ്മെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ ജനന തീയതിയോടടുത്ത് നമ്മുടെ ഈ ലോകത്തു നിന്നുള്ള വിയോഗത്തിൻ്റെ ഡേറ്റും അള്ളാഹു കുറിച്ചു വച്ചിട്ടുണ്ട്. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക് അള്ളാഹു നമുക്ക് തന്ന ഈ ചെറിയ കാല ജീവിതം, വിശിഷ്യ പരിശുദ്ധ റമദാനിൻ്റെ ഈ 30 ദിനരാത്രങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുവാനും സൃഷ്ടാവിലേക്ക് തിരിയുവാനും പശ്ചാത്താപ മനസ്സോടെ ഒരു നല്ല മനുഷ്യനായി പരിശുദ്ധ റമദാനിൻ്റെ അകക്കാമ്പ്, അതിൻ്റെ ലക്ഷ്യം വെറും ഒരു പട്ടിണിയല്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി, തഖ്വയാണ്, ദൈവബോധമാണ്. എന്താണ് തഖ്വയെന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തി. അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്, ഓർമ്മയാണ്, ദൈവബോധമാണ്. വൽ അമലു ബി തൻസീൽ, അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ശരിയായ ജീവിതമാണ്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, മടക്ക യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം, പാഥേയം തയ്യാറാക്കലാണ്. വൽ ഖനാഅത്തു യുക്ഫീഹ്, ഉള്ളതുകൊണ്ട് സംതൃപ്തമാവുക എന്നുള്ളതാണ്. ഈ മരണവും ഈ ദുരന്തങ്ങളും നമുക്ക് നന്മയിലേക്ക് അടുക്കുവാനും നാമും ഇതുപോലെ ദൈവത്തിലേക്ക്, സൃഷ്ടാവിലേക്ക് മടങ്ങേണ്ടവരാണെന്ന ബോധം പടച്ച റബ്ബ് നാം ഓരോരുത്തർക്കും തന്ന് നമ്മുടെ ജീവിതം നന്മയിലാക്കി തീരുമാ